തെരുവ് നായ്ക്കളുടെ ശല്യം പരക്കെ വർദ്ധിച്ചു വരുന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ഈ വീഡിയോയിലൂടെ കാണുന്നത്. വണ്ടികൾക്ക്, കാൽനടക്കാർക്ക്, പോട്ടെ ആംബുലൻസിന് പോലും വേഗത കുറച്ച് വഴിമാറിപ്പോകേണ്ട അവസ്ഥയാണ്. നിയന്ത്രിക്കാൻ ആരുമില്ലാതെ തെരുവ് നായ്ക്കൾ ഇവിടെ വിലസുകയാണ്. എപ്പോഴും ജനത്തിരക്കുള്ള റോഡുകളാണെങ്കിലും തെരുവ് നായ്ക്കളെ പേടിച്ച് റോഡിലൂടെ ഒറ്റയ്ക്ക് നടക്കാനാവാത്ത സാഹചര്യം. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ഇതുതന്നെയാണ് സ്ഥിതി. ഹോട്ടലുകളിൽ നിന്ന്, വഴിയോര കച്ചവടക്കാരിൽ നിന്ന്, അടുത്തുള്ള അറവുശാലകളിൽ നിന്നുമുള്ള ഇറച്ചിയും എല്ലും മുട്ടിയും മറ്റു ഭക്ഷ്യപദാർത്ഥത്തിൻ്റെ അവശിഷ്ടങ്ങളും കിട്ടാൻ നായ്ക്കൾ മത്സരമാണ്. അതുതന്നെയാണ് ഇവിടുത്തെ യഥാർത്ഥ കാരണവും. പത്രമാധ്യമങ്ങളിൽ ദിനംപ്രതി തെരുവു നായ്ക്കളുടെ കടിയേറ്റ വാർത്തയും ചികിത്സയിൽ കഴിയുന്നവരുടെ കഥനകഥയും പട്ടി വട്ടം ചാടി അപകടത്തിൽപ്പെട്ട് ആശുപത്രി വാർഡുകളിൽ കഴിയുന്നവരുടെയും കഥകൾ നമ്മൾ ദിനംപ്രതി കേൾക്കാറുണ്ടല്ലോ. എല്ലാ ദിവസവും ഇതുപോലുള്ള വാർത്ത മാധ്യമങ്ങളിൽ വരുന്നതുകൊണ്ട് തെരുവു നായ്ക്കളുടെ കടിയേറ്റ് ചികിത്സ തേടുന്നതും മറ്റുമൊക്കെയുള്ള വാർത്ത ഒരു പുത്തരി അല്ലാതായിരിക്കുന്നു. പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 1-2 സംഭവ വികാസങ്ങൾ. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 8 വയസ്സുകാരനെ തെരുവുനായ കടിച്ചു കുടയുന്ന വാർത്തയാണ് ഈ പത്രക്കട്ടിങ്ങിൽ കാണുന്നത്. ഇത് പാലക്കാട് ഒരു സ്ഥലത്താണ്. ഒറ്റ ദിവസം കൊണ്ട് 28 പേരെ പലയിടത്തായി തെരുവു നായ്ക്കൾ കടിച്ചതും കൂട്ടത്തോടെ ആക്രമിച്ചതുമായ വാർത്തയാണ് ഈ പത്രക്കട്ടിങ്ങിൽ കാണുന്നത്. ഡ്യൂട്ടിക്കിടെ ഹെൽത്ത് വർക്കേഴ്സിന് പോലും തെരുവു നായ്ക്കളുടെ കടിയേറ്റ സംഭവങ്ങളും മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ശരിയാണ്, തെരുവു നായ്ക്കളുടെ കടിയേറ്റ് മരണപ്പെടുന്നത് സാധാരണക്കാരുടെ മക്കളാണ് എന്ന വാർത്തയും പത്രമാധ്യമങ്ങളിൽ ഒരിടയ്ക്ക് ചർച്ചാ വിഷയമായി വന്നിട്ടുള്ളതാണ്. തെരുവു നായ്ക്കളുടെ ശല്യം സഹിക്കാനാവാതെ ജനങ്ങൾ തെരുവിലിറങ്ങുന്ന കാഴ്ച റിപ്പോർട്ട് ചെയ്തതാണ് ഈ കാണുന്നത്. നഗരസഭാ ഓഫീസുകളിലേക്കായിരുന്നു മാർച്ച് നടത്തിയത്. തെരുവു നായ്ക്കളെ പ്രോപ്പറായി നിയന്ത്രിക്കാൻ ആകും വരെ ഇതുപോലുള്ള മാർച്ചുകൾ നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. വർഷത്തിൽ ലക്ഷക്കണക്കിന് പേരാണ് നായയുടെ കടിയേറ്റ് ചികിത്സ തേടുന്നത്. തെരുവു നായ്ക്കളുടെ ശല്യം ഇത്രയും രൂക്ഷമായിട്ടും കാലം ഇത്രയും അതിക്രമിച്ചിട്ടും നടപടികൾ ഇഴയുന്നത് ഭയങ്കരമാണ്. എന്നാൽ നിരന്തരമുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളും വ്യാപകമായ നായ്ക്കളുടെ ആക്രമണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന അപകടങ്ങളും മരണങ്ങളും അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം അധികാരികളുടെ കണ്ണ് തുറക്കുന്നു എന്നത് ശുഭവാർത്തയാണ്. കാലതാമസം എടുക്കുമെങ്കിലും സാങ്കേതികവിദ്യ ഉൾപ്പെടുത്തിയും തെരുവു നായ്ക്കളുടെ സംരക്ഷണം ഉറപ്പുവരുത്തിയും നടപടികൾ ആരംഭിക്കുന്നതിനുള്ള തീരുമാനം അടുത്ത ഭാവിയിൽ തന്നെ ഉണ്ടായേക്കാം. ഇവയിൽ പ്രധാനപ്പെട്ടവ സഞ്ചരിക്കുന്ന ഓപ്പറേഷൻ തിയേറ്റർ, വ്യാപകമായി വന്ധ്യംകരണ പരിപാടി കാര്യക്ഷമമാക്കുക എന്നതാണ് ലക്ഷ്യം. ഇപ്പോൾ ചെറിയ രീതിയിൽ വന്ധ്യംകരണം നടക്കുന്നുണ്ട്. പക്ഷേ പട്ടികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നത് വച്ചാൽ വന്ധ്യംകരണം കുറെ കൂടി കാര്യക്ഷമമാകേണ്ടതുണ്ട്. 6 മാസം മുമ്പ് വരെ വന്ധ്യംകരിച്ചത് 1 ലക്ഷം നായ്ക്കളെ. വളർത്തു നായ്ക്കൾക്കും വന്ധ്യംകരണം നിർബന്ധമാക്കി സർക്കാർ. ഇതിനും നിയമം വന്നേക്കാം. അതുപോലെ നായയുടെയും ഉടമയുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തിയ ചിപ്പ് ഘടിപ്പിക്കാനും നിയമം കൊണ്ടുവരും. ഇതിലൂടെ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന നായ്ക്കളുടെ ഉടമയെ തിരിച്ചറിയാൻ സഹായിക്കും. ഇതിനോടൊപ്പം തെരുവു നായ്ക്കളെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നതടക്കമുള്ള പടിപടിയായിട്ടുള്ള നടപടികൾ മുൻകൂട്ടി കണ്ട് എടുത്തില്ലെങ്കിൽ ഇതുമൂലമുണ്ടാകുന്ന വിപത്ത് വളരെ വലുതായിരിക്കും എന്ന് പറയാതെ വയ്യ. ഇതുപോലുള്ള ആനുകാലിക പ്രാധാന്യമുള്ള കാര്യങ്ങളുമായി വീണ്ടും വരാം.